Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Can you sit down? Okay, എല്ലാവരും. Quality assurance നാബില. ഫ്രണ്ട് ഓഫീസിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വരെയല്ലേ പറഞ്ഞത് മിസ്? ഫ്രണ്ട് ഓഫീസിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വരെയാണ് അല്ലെ? ഇനി നെക്സ്റ്റ് MRD മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്തെല്ലാമാണ് അല്ലെ? നോക്കാം. ക്ലിയർ ആണോ? ഡൗട്ട്സ് വല്ലതുണ്ടോ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് വല്ലതുണ്ടോ? ഇല്ല. ഓക്കെ. MRD അല്ലെ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അസസ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്. MRD-യില് എന്തൊക്കെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു റെക്കോർഡ് ഫിനിഷ് ആവണമെങ്കിൽ അവർ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്തണം അല്ലേ? ഡിസ്ചാർജ് എടുത്തപ്പോ മിസ് പറഞ്ഞില്ലേ, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവരുടെ മെഡിക്കൽ റെക്കോർഡിൽ ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്തുന്നു അല്ലെ? അപ്പൊ നോക്കി ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്താത്ത എത്ര മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ആക്കിയിട്ട് അഡ്മിറ്റ് ആക്കി അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർ ആ ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആണോ? കംപ്ലീറ്റ് ആകോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ് അങ്ങനെയുള്ള കംപ്ലീഷൻ ഇല്ലാത്ത അല്ലെ, ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്താത്ത എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. ICD കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. നമ്മൾ അസുഖങ്ങളെ കുറിച്ച് പറയില്ലേ, അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പഠിച്ചില്ലേ? ഐറ്റംസ് പ്രോഡക്റ്റുകൾ നമ്മൾ നമ്പേഴ്സ് ന്യൂമറിക്കൽ വാല്യൂല് അല്ലെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ കോഡിഫൈ ചെയ്യുന്നത്. അതേപോലെ എന്തുണ്ട്? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ICD കോഡിംഗ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രോഗങ്ങൾക്ക്, അസുഖങ്ങൾക്ക് certain കോഡുകൾ നൽകുന്നുണ്ട്. അപ്പൊ ചിലപ്പോ ഡോക്ടർ എങ്ങനെയായിരിക്കും ഒരാളുടെ അസുഖം എടുക്കുന്നത്? ഈ ICD കോഡ് വെച്ചിട്ടായിരിക്കും അവരുടെ മെഡിക്കൽ റെക്കോർഡിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ICD കോഡിംഗ് ഉൾപ്പെടുത്താത്ത എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ട്? മിസ് എക്സാമ്പിൾ പറയാം. O00-099 ഈ പ്രഗ്നൻസി ചൈൽഡ് ബർത്തുമായി ബന്ധപ്പെട്ട അസുഖങ്ങളില്ലേ? പ്രഗ്നൻസി ടൈമിൽ ആ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചൈൽഡ് ബർത്തിന്റെ ആ സമയത്തുള്ള ട്രീറ്റ്മെന്റുകളൊക്കെയാണ് O00-099 കോഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് അതേപോലെ G00-G99 എന്തിനെ കുറിച്ചാണ്? ഡിസീസ് ഓഫ് നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവുമായി ബന്ധപ്പെട്ട് നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നത് G00-G99 കോഡുകൾ വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് ഒബ്സിറ്റി ഇല്ലേ? ഒബ്സിറ്റി അമിതവണ്ണം അല്ലേ? അമിതവണ്ണം അത് കോഡിഫൈ ചെയ്യുന്നത് E66 എന്നുള്ള കോഡ് വെച്ചിട്ടാണ്. അപ്പൊ ഓരോ അസുഖങ്ങൾക്ക് എന്തുണ്ട്? ICD കോഡിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. ഈ ഒരു ICD കോഡിംഗ് അവരുടെ അസുഖത്തെ കുറിച്ച് ICD കോഡിംഗ് ഉൾപ്പെടുത്താത്ത എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ക്വസ്റ്റ്യൻ വരുന്നതാണ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഇന്റർനാഷണൽ ലെവലിലാണ് അസുഖങ്ങൾ. അപ്പൊ എന്താണ്? എല്ലായിടത്തും ആ അസുഖങ്ങൾക്ക് ആ ഒരു കോഡായിരിക്കും ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ?
നാഷണൽ ലെവലിലല്ല, ഇന്റർനാഷണൽ ലെവലിലാണ് അല്ലെ. അപ്പൊ എല്ലാ സ്ഥലത്തും ആ അസുഖത്തിന് ആ ഒരു കോഡ് ഒബ്സിറ്റി എന്ന് പറഞ്ഞാൽ E66 എന്ന് പറഞ്ഞാൽ ഒബ്സിറ്റി ആണ് എല്ലാ സ്ഥലത്തും. നെക്സ്റ്റ്, percentage of medical record having improper concern അല്ലെ. എന്താണ് improper അല്ല, imperfect അല്ലാത്ത എത്ര മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെ. രോഗിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്താത്ത, അല്ലെങ്കിൽ improper concern അല്ലെ, ശരിയായ സമ്മതത്തോടെ അല്ലാതെ. നമുക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കണം, അല്ലെങ്കിൽ നമ്മുടെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നമ്മുടെ കൺസേൺ വേണ്ടേ, സമ്മതം വേണം അല്ലെ, വേണോ, വേണം. അപ്പൊ അങ്ങനെ സമ്മതത്തോടെ അല്ലാതെ, പ്രോപ്പർ കൺസേൺഡ് അല്ലാതെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കുന്നുണ്ട്. ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് രജിസ്ട്രേഷന് വേണ്ടി ഒരു ഫോം തരാറില്ലേ. രജിസ്ട്രേഷൻ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ രജിസ്ട്രേഷന് വേണ്ടി ഒരു ഫോം വരാറുണ്ട്, ഉണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മ അത് ഫില്ല് ചെയ്തിട്ട് നമ്മ സൈൻ ചെയ്ത് കൊടുക്കാറില്ലേ. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആ സൈനിങ്. അപ്പൊ അങ്ങനെയുള്ള ശരിക്കും അല്ലാത്ത ഒരു സമ്മതത്തോടു കൂടി എത്ര മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കുന്നുണ്ട്. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡ്സുകൾ അല്ലെ. ഹോസ്പിറ്റലിൽ നിന്ന് റെക്കോർഡ്സുകൾ മിസ്സായി പോവാലോ അല്ലേ. അപ്പൊ അങ്ങനെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ്, ബെഡ് ഓക്യുപ്പൻസി റേറ്റ്. The bed occupancy rate, BOR percentage. Question വരുന്നതാണ് കേട്ടോ. The bed occupancy rate is a measure of utilization of the available bed capacity in the hospital. ഒരു ഹോസ്പിറ്റലിലെ ബെഡിന്റെ കപ്പാസിറ്റി അവർ എത്രമാത്രം ഉപയോഗിച്ചിട്ടുണ്ട് അത് അളക്കുന്നതാണ് ബെഡ് ഓക്യുപ്പൻസി റേറ്റ്. അതെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ബെഡ് ഓക്യുപ്പൻസി റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ബെഡുകള് എത്രമാത്രം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു ഹോസ്പിറ്റലില് ബെഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എത്ര പേഷ്യൻസിനെ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെ, എത്ര പേഷ്യൻസിനെ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ആ ഒരു പെർസെന്റേജ് നോക്കുന്നുണ്ട്. ഇറ്റ് ഡിനോട്ട്സ് patients of beds occupied by patients is a defined period of time, normally year. അതായത് ഒരു വർഷത്തിൽ ആ ഹോസ്പിറ്റലിൽ എത്ര പേഷ്യൻസിനെ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട് അല്ലെ, അവിടെ താമസിപ്പിക്കുന്നുണ്ട്, അതായത് അവിടെ അഡ്മിറ്റ് ആക്കുന്നുണ്ട്. അതാണ് ബെഡ് ഓക്യുപ്പൻസി റേറ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? അതില് ഡൊണേറ്റ്സ് എന്നാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഡൊണേറ്റ്സ് എന്നാണ്, ഡൊണേറ്റ് അല്ല, ഡിനോട്ട്. കറക്റ്റ് ചെയ്യാട്ടോ. ഇറ്റ് ഡിനോട്ട്സ് ദ പെർസെന്റേജ് ഓഫ് ബെഡ്സ് ഓക്യുപ്പൈഡ് ബൈ പേഷ്യൻസ് ഇൻ ഡിഫൈൻഡ് പീരീഡ് ഓഫ് ടൈം, നോർമലി എ ഇയർ. ഒരു വർഷം അല്ലേ, ഒരു വർഷത്തിൽ എത്ര പേഷ്യൻസിനെ അവിടെ ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട് അല്ലെ, അവിടെ താമസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ ബെഡ് ഓക്യുപ്പൻസി റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ബെഡ് ഓക്യുപ്പൻസി റേറ്റ്. നെക്സ്റ്റ്, ലെങ്ത് ഓഫ് സ്റ്റേ അല്ലെ. നമ്മ വാർഡിൽ പഠിച്ചു, ഒരു ഹോസ്പിറ്റലില് ഒരു പേഷ്യന്റിന്റെ ലെങ്ത്, താമസിക്കാനുള്ള ലെങ്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആസ് ദ ബേസിസ് ഓഫ് severity of the condition, അല്ലെ, severity of the illness. ആ പേഷ്യന്റിന്റെ അസുഖത്തിന്റെ തീവ്രതയുടെ അടിസ്ഥാനത്തിൽ അല്ലെ. അപ്പൊ എന്താണ് ലെങ്ത് ഓഫ് സ്റ്റേ? ആ ഹോസ്പിറ്റലിലെ ആ പേഷ്യൻസിന്റെ ലെങ്ത് ഓഫ് സ്റ്റേ, അവർ എത്ര ദിവസം അവിടെ താമസിപ്പിച്ചിട്ടുണ്ട് അത് നോക്കുന്നുണ്ട്. LOS ക്വസ്റ്റ്യൻ വരുന്നതാണ്, LOS. പിന്നെന്താണ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ. എന്ത് പറ്റി ഹാരോൺ? മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? മരണനിരക്ക് അല്ലെ. ഹോസ്പിറ്റലില് പേഷ്യൻസ് വന്നതില് എത്ര പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ. അപ്പൊ ഡെത്ത് റേറ്റ് അല്ലെ, മോർട്ടാലിറ്റി റേറ്റ് നോക്കുന്നുണ്ട്. പിന്നെ പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അല്ലെ. എന്താണ്? ജനന മരണ നിരക്ക് അല്ലെ. ഒരു ഹോസ്പിറ്റലില് ജനന മരണ നിരക്ക് എത്രയാണ് അതിന്റെ പ്രൊപ്പോർഷൻ നോക്കുന്നുണ്ട്.
നെക്സ്റ്റ് പ്രൊപ്പോർഷണൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ, എന്താണ് ശിശു മരണ നിരക്ക് എത്രയാണ് അല്ലെ, ഒരു ഹോസ്പിറ്റലില് ശിശു മരണ നിരക്ക് എത്രയാണ്, അതൊക്കെയാണ് MRD മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ നോക്കുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ അല്ലേ? പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അല്ലെ, ജനന മരണ നിരക്ക്, എത്ര പേര് മരിച്ചിട്ടുണ്ട് അല്ലെ, എത്ര പേര് ജനിച്ചിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്, എന്താണ് ശിശു മരണ നിരക്ക് എത്രയാണ് ഹോസ്പിറ്റലില്. നെക്സ്റ്റ് പറഞ്ഞട്ടെ, HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ, ഒരു വലിയ ചാപ്റ്റർ ആയിട്ട് പഠിക്കാൻ തന്നെ ഉണ്ടായില്ലേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, അതില്ല ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് നോക്കിയേ. എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് പെർസെന്റേജ് നിങ്ങൾ പഠിച്ചല്ലോ, മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗില് പഠിച്ചല്ലേ. നമ്മ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മാത്രം മെഷർ ചെയ്താൽ മതിയോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മാത്രം മെഷർ ചെയ്താൽ മതിയോ? പോരാ അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ സാറ്റിസ്ഫാക്ഷനും കൂടി മെഷർ ചെയ്യണം അല്ലെ, എംപ്ലോയീസിന്റെ അല്ലെ. അപ്പൊ എന്താണ് എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, അതിന്റെ പെർസെന്റേജ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളില് എത്ര പേര് സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. എംപ്ലോയീസ് അട്രീഷൻ റേറ്റ്, നമുക്ക് ഒഴിഞ്ഞു പോവാന്ന് പറയില്ല, അട്രീഷൻ ഒഴിഞ്ഞു പോവാ. എന്താണ് നമ്മൊരു ഫോമില അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എവിടെ ആയിക്കോട്ടെ നമ്മ ജോലിക്ക് കയറുമ്പോൾ ഒരു ടൈം പീരീഡ് ഉണ്ടാവും അല്ലെ, ഒരു വർഷം അല്ലെ, ഒരു കോൺട്രാക്ട് പോലെ ഒരു വർഷം 2 വർഷം അവിടെ ജോയിൻ നമ്മ ജോബ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടാവില്ലേ? അപ്പൊ ആ ഒരു പീരീഡ് എത്തുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്യും, റിസൈൻ ചെയ്തു പോകില്ലേ? ഹൗ മെനി എംപ്ലോയീസ് leave a company over a period of time, ആ ഒരു പീരീഡ് ഓഫ് ടൈം, ആ ഒരു വർഷമാണെങ്കിൽ ആ ഒരു വർഷം, അല്ലെങ്കിൽ 2 വർഷമാണെങ്കിൽ ആ ഒരു 2 വർഷം എത്തുന്നതിന് മുമ്പ് എന്താണ് ആ സ്റ്റാഫുകൾ അവിടുന്ന് ലീവ് ചെയ്ത് പോകില്ലേ, ജോലി വേണ്ടാന്ന് വെച്ച് പോകില്ലേ? അപ്പൊ അങ്ങനെ എത്ര എംപ്ലോയീസ് ജോലി റിസൈൻ ചെയ്ത് ജോലി വേണ്ടാന്ന് വെച്ച് പോയിട്ടുണ്ട്, അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. എന്തുകൊണ്ടാവാം? നമ്മൊരു ഹോസ്പിറ്റലില് സാറ്റിസ്ഫൈഡ് ആണെങ്കിലാ, ഹോസ്പിറ്റലിൽ നല്ലല്ല, ഒരു നമ്മ ജോലി ചെയ്യുന്ന കമ്പനിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിലാ നമ്മ റിസൈൻ ഇടോ, ആ ജോലി വേണ്ടാന്ന് വെച്ച് പോവോ? ഇല്ല അല്ലെ, നമുക്ക് പരമാവധി പോകാൻ പറ്റുന്ന കാലത്തോളം നമ്മ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യല്ലേ. പക്ഷെ എന്താണ് ഇവിടെ പറയുന്നത്, എംപ്ലോയീസ് അട്രീഷൻ റേറ്റ് എന്തെങ്കിലും കാരണം കൊണ്ട് അല്ലെ, ചിലപ്പോ അവിടുത്തെ ടൈം പീരീഡ് ആവാം, ടൈമിംഗ് അവേഴ്സ് ആവാം അല്ലെ, അല്ലെങ്കിൽ അവിടുത്തെ വേജസ് ആവാം, അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റിൽ നിന്നുള്ള സ്ട്രെസ് ആവാം അല്ലെ, അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് എൻവയോൺമെന്റ് ഇവർക്ക് കംഫർട്ട് ആവാത്തത് കൊണ്ടാവാം അല്ലെ, പല രീതിയിൽ സംഭവിക്കാം. അപ്പൊ അങ്ങനെ എംപ്ലോയീസ് അട്രീഷൻ റേറ്റ് എത്രയാണ് അത് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് എംപ്ലോയീസ് ആബ്സെന്റീസം റേറ്റ് അല്ലെ, നമുക്കറിയാം നമ്മ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് ചെല്ലുമ്പോ നമുക്ക് മാസത്തിൽ 1 ലീവ് 2 ലീവ് അത്രയല്ലേ ഉള്ളൂ, അത്രയല്ലേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്, എംപ്ലോയീസ് ആബ്സെന്റീസം റേറ്റ് അല്ലെ, എത്ര എംപ്ലോയീസ് ഒരുപാട് ആബ്സെന്റ് ആയിട്ടുണ്ട് അല്ലെ, ലീവുകൾ എത്ര പേര് എടുക്കുന്നുണ്ട് കൂടുതലായിട്ട്, അപ്പൊ അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് who are informed of employee rights, responsibilities and welfare scheme. എന്ന് വെച്ചാല് നമുക്കറിയാം, നമ്മ ഒരു സ്ഥാപനത്തിൽ എവിടെയാണെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ റൈറ്റ്സുകളില്ലേ, എംപ്ലോയീസിന്റെ റൈറ്റ്സുകൾ ഉണ്ട് അല്ലെ, അവകാശങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ. പിന്നെന്താണ് നമുക്കുള്ള വെൽഫെയർ സ്കീമുകളില്ലേ, ഇൻഷുറൻസ് അല്ലെ, അങ്ങനെയുള്ള ഇതുകൾ കിട്ടാറില്ല, ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ള. അപ്പൊ അങ്ങനെയുള്ള വെൽഫെയർ ESI അല്ലെ, അപ്പൊ അങ്ങനെയുള്ള വെൽഫെയർ സ്കീമുകളെ കുറിച്ച് എത്ര എംപ്ലോയീസിന് അറിയാം, ഇൻഫോം ചെയ്തിട്ടുണ്ട്, അവരുടെ റൈറ്റ്സുകളെ കുറിച്ച് അല്ലെ, എംപ്ലോയീസിന്റെ അവകാശങ്ങളെ കുറിച്ച്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്, അവരുടെ വെൽഫെയർ സ്കീമുകളെ കുറിച്ച് എത്ര എംപ്ലോയീസ് ബോധവാന്മാരാണ് അല്ലെ. അപ്പൊ
അപ്പൊ അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുന്നത് percentage of staff provided pre-exposure prophylaxis എന്ന് വെച്ചാല് എന്താണ് പ്രീ എക്സ്പ്ലോറർ പ്രൊഫിലാക്സിസ് എന്ന് പറഞ്ഞാല് നമുക്ക് ആന്റിബയോട്ടിക്സുകളില്ലേ, മരുന്നുകള്, ഇഞ്ചക്ഷൻസ്, ആന്റിബയോട്ടിക്സ് മരുന്നുകള്. അപ്പൊ ഈ ആന്റിബയോട്ടിക്സുകൾ കൊടുക്കാനായിട്ട് എല്ലാ സ്റ്റാഫുകളും വില്ലിങ് ആയിരിക്കില്ല പേഷ്യൻസിന് കൊടുക്കാനായിട്ട്. അപ്പൊ അതിനു വേണ്ടി കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സുമാരുണ്ടാവും ഈ പ്രീ എക്സ്പോസർ പ്രൊഫിലാക്സിസ്. അപ്പൊ അത് കൊടുക്കാനായിട്ട് എത്ര സ്റ്റാഫുകൾ അവിടെയുണ്ട്, എത്ര സ്റ്റാഫുകൾ ആ ഒരു ആന്റിബയോട്ടിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിന് നൽകുന്നുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. ക്ലിയർ ആയോ? പ്രീ എക്സ്പോറർ പ്രൊഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക്സുകളാണ്. അത് എല്ലാ സ്റ്റാഫുകൾക്കും അത് കൊടുക്കാൻ, എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകൾക്കും അത് കൊടുക്കാൻ പറ്റില്ല. കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും, സ്റ്റാഫുകളായിരിക്കും അത് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് എത്ര സ്റ്റാഫുകളാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. ക്ലിയർ ആണോ HRM? പ്രിവെൻഷൻ ഓഫ് ഇമ്മ്യൂണിറ്റി അതും വരും. അതല്ലാണ്ട് നമുക്ക് സാധാ കുറച്ചും കൂടി കൂടിയ ഡോസിൽ കൊടുക്കുന്ന ആന്റിബയോട്ടിക്സുകളില്ലേ, സാധാരണ നോർമൽ കേസുകളിൽ കൊടുക്കുന്ന ആന്റിബയോട്ടിക്സുകളല്ല കേട്ടോ, കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന ആന്റിബയോട്ടിക്സുകൾ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറിയില് തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാല് എംപ്ലോയീസ് ആബ്സെന്റീസം റേറ്റ്. എംപ്ലോയീസ് എത്ര പേര് കൂടുതൽ ആബ്സെന്റ് ആവുന്നുണ്ട് അല്ലെ, നമുക്കറിയാം. നമ്മൊരു ഫേമിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമായിരിക്കും അല്ലെ മാസത്തിൽ ലീവ് തരുന്നത് അവര്. ബാക്കി എന്താണ് നമ്മുടെ ആബ്സെന്റ് അല്ലേ മാർക്ക് ചെയ്യുന്നത്, സാലറിന്ന് കട്ട് ചെയ്യും, ആണോ അല്ലേ? അപ്പൊ എത്ര പേര് അങ്ങനെ ആബ്സെന്റീസം, അതിന്റെ അങ്ങനെയുള്ള ആബ്സെന്റീസം റേറ്റ് നോക്കുന്നുണ്ട്. എംപ്ലോയീസിന് എത്ര പേര് അധികം ആബ്സെന്റീസ് ആവുന്നുണ്ട് അല്ലെ, അപ്പൊ അങ്ങനെയുള്ള റേറ്റ് നോക്കുന്നുണ്ട്, പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡിസ്ചാർജ് സമ്മറിയില് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നോക്കുന്നത്. ക്വാളിറ്റി ഡിസ്ചാർജ് സമ്മറിയുടെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്? ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് അല്ലെ, ഒരു ഡിസ്ചാർജിന് വേണ്ടി എത്ര സമയം എടുത്തു അല്ലെ, നമുക്ക് നോർമൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. നമുക്ക് രാവിലെ ഡിസ്ചാർജ് ആയാലും പോകുമ്പോ ഈവനിങ് ആവും അല്ലെ, ഒരു 7 മണി ആവാണ്ട് പോവില്ല അല്ലെ. അപ്പൊ ആ ഒരു ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, നമുക്ക് ഡിസ്ചാർജിന് വേണ്ടി എത്ര സമയം എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എടുത്തോട്ടെ, അതറിയാവുന്നതല്ലേ. നെക്സ്റ്റ് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് 11ാമത്തെയാണ് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റില് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നോക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം അല്ലെ, എന്താണ് ഒരു ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് അല്ലെ, നമുക്ക് ഏറ്റവും അർജന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ എത്ര എണ്ണം ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട് അല്ലെ, പ്രവർത്തനരഹിതമായിട്ടുണ്ട്. അതെന്താണ്, ഏതൊക്കെയാണ്? ബയോമെഡിക്കൽ എക്യുപ്മെന്റ്, ജനറൽ എക്യുപ്മെന്റുകൾ അല്ലെ. ബയോമെഡിക്കൽ എക്യുപ്മെന്റ്, ജനറൽ എക്യുപ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിലെ തുടർച്ചയായിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സിന് വേണ്ടി എക്യുപ്മെന്റുകളല്ലേ ഇതൊക്കെ, ആണോ അല്ലെ? അപ്പൊ എന്താണ്, ആ ഒരു എക്യുപ്മെന്റുകള് എത്ര നേരം ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്, അപ്പൊ അങ്ങനെയുള്ള അത് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്. എന്താണ്, ഓരോ എക്യുപ്മെന്റുകളും നമ്മൾ എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. ഓപ്പറേഷൻ എവിടത്തേക്കാണ്? ഓപ്പറേഷൻ തിയേറ്ററിലെ എക്യുപ്മെന്റുകള്, ഇന്റൻസീവ് കെയർ യൂണിറ്റിലെ എക്യുപ്മെന്റുകള്, ജനറൽ എക്യുപ്മെന്റുകളൊക്കെയാണ് നമ്മൾ എത്രമാത്രം യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള 11 സെക്ഷനിലെ ഡിപ്പാർട്ട്മെന്റിലെ ഏരിയാസിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറയുന്നത്. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഓക്കെ അല്ലേ?
Okay. Eligibility to apply for hospital accreditation. ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കൊടുക്കാൻ ഒരു ഓർഗനൈസേഷന് വേണ്ട എലിജിബിലിറ്റി അല്ലെ, യോഗ്യതകൾ എന്തെല്ലാമാണ് നോക്കിയേ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ HCO that satisfy the following requirements. നമ്മ പറഞ്ഞു ഏത് ആർക്കാണ് ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലേ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലേ. അപ്പൊ നമ്മ നേരത്തെ പറഞ്ഞു നാബ് ഹോസ്പിറ്റലിനെ എങ്ങനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. അവിടുത്തെ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിലോ SHCOയും HCOയും അല്ലെ. ഓർമ്മയുണ്ടോ? മറന്നുപോയോ? സ്മോൾ ഹെൽത്ത് കെയർ അല്ലേ. ഓക്കെ. അപ്പൊ നോക്കിയേ, അപ്പൊ HCOക്ക് മാത്രം അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ എത്ര ബെഡ്സുകൾ വേണം? 50 ബെഡ്സ് അല്ലെ. 50 ബെഡിൽ കൂടുതൽ അല്ലെ, എബോവ് 50 ബെഡ്സ്. അപ്പൊ നോക്കിയേ, കറന്റ്ലി ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ HCO that satisfy the following requirements. എന്താണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ താഴെ പറയുന്ന കാര്യങ്ങൾ അല്ലെ, റിക്വയർമെന്റ്സുകൾ സാറ്റിസ്ഫൈ ആയാൽ മാത്രമാണ് അവർക്ക് എന്താണ് അക്രഡിറ്റേഷൻ ഉള്ള യോഗ്യതയുള്ളൂ. Currently in operation as a healthcare provider, it should be above 50 beds. In hospital below 50 beds will come under HCO standards. എന്താണ് അവിടുത്തെ ബെഡുകൾ എന്താണ് 50 ബെഡിൽ കൂടുതൽ ഉള്ളെങ്കിൽ അതെന്താണ് HCO ആണ് അല്ലെ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ്. 50 ബെഡിൽ കുറവാണെങ്കിൽ അതിന് എന്ത് പറയുന്നു? SHCO അല്ലെ, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡുകളിലാണ് അത് ഉൾപ്പെടുന്നത്. നമ്മ പറയുന്നത് എന്താണ്? HCO സ്റ്റാൻഡേർഡുകളാണ് അല്ലെ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് 50 ബെഡിൽ കുറവുള്ള ഹോസ്പിറ്റൽ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? HCOയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്ത് വേണം? അവിടെ ഈ ഒരു ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ HCOയുടെ എന്താണ് ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ അവിടെ എന്ത് വേണം? 50 ബെഡിൽ കൂടുതൽ ബെഡ്സുകൾ വേണം. ക്ലിയർ ആണത്? നെക്സ്റ്റ്, the hospital has the minimum volume of patients which will evaluate the quality of care given to the patients, which is presently 30%. അപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എന്താണ് രോഗികൾക്ക് നൽകുന്ന പരിചരണങ്ങൾക്ക് നമുക്ക് അസസ് ചെയ്യണ്ടേ, ഇവാലുവേറ്റ് ചെയ്യണ്ടേ? വേണ്ടേ? അതിന്റെ അടിസ്ഥാനത്തിലല്ലേ അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്. ക്വാളിറ്റി ഉണ്ടോ ഇല്ലേ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ. അപ്പൊ ആ ഒരു എന്താണ് രോഗികൾക്ക് കൊടുക്കുന്ന കെയറിന്റെ ഗുണനിലവാരം പരിശോധിക്കണമെങ്കിൽ, വിലയിരുത്തണമെങ്കിൽ അതിൽ അവിടെ ഇത്ര പെർസെന്റേജ് പേഷ്യൻസ് വേണമെന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ രോഗികളുടെ എണ്ണം പറയുന്നുണ്ട്. അതെത്രയാണ്? വിച്ച് ഈസ് പ്രസന്റ്ലി 30%. 30% കൂടുതൽ അല്ലെ പേഷ്യൻസ് ഉള്ളെങ്കിൽ മാത്രമാണ് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? അവർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? രോഗികൾക്ക് നൽകുന്ന ഏറ്റവും എന്താണ് രോഗികൾക്ക് നൽകുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം വിലയിരുത്തുന്ന ഏറ്റവും കുറഞ്ഞ രോഗികളുടെ എണ്ണം എത്രയാണ്? 30%. അപ്പൊ 30% കുറവ് പേഷ്യൻസ് ഉള്ളെങ്കിൽ നമുക്ക് അവിടെ വിലയിരുത്താൻ പറ്റുമോ? അസസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ, ഇല്ല. അപ്പൊ എന്ത് വേണം? ഒരു ഹോസ്പിറ്റലില് ഏറ്റവും കുറഞ്ഞ രോഗികളുടെ എണ്ണം എത്രയായിരിക്കും? പെർസെന്റേജ് എത്രയാണ്? 30%. ഗുണനിലവാരം വിലയിരുത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ രോഗികളുടെ ശതമാനം എത്രയാണ്? 30%. ക്ലിയർ ആയോ? ഒരു ഹോസ്പിറ്റലില് 20% നമ്മൾ പറഞ്ഞില്ലേ ബെഡ് ഓക്യുപ്പൻസി റേറ്റ് എന്നൊക്കെ പറഞ്ഞു അല്ലെ. ബെഡ് ഓക്യുപ്പൻസി റേറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലേ ഒരു ഹോസ്പിറ്റലില് എത്ര പേഷ്യൻസിന് എത്ര ശതമാനം ഒരു വർഷത്തില്
എത്ര ശതമാനം പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റില്ലേ? ആ ഒരു പെർസെന്റേജ് നോക്കിക്കഴിഞ്ഞാലോ, ബെഡ് ഓക്യുപ്പൻസി റേറ്റ് നോക്കിക്കഴിഞ്ഞാലോ പറ്റോ? പറ്റില്ലേ? പറ്റില്ലേ? പറ്റും. അപ്പൊ അതേപോലെ എന്താണ് ഇവിടെ പറയുന്നത്, ഒരു ഹോസ്പിറ്റലിന്റെ ഗുണനിലവാരം അല്ലെ, ക്വാളിറ്റി നമ്മൾ വിലയിരുത്തണമെങ്കിൽ അവിടെ ഇത്ര പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് എങ്കിലും വേണമെന്നുണ്ട്. ആ ഒരു പെർസെന്റേജ് ആണ് 30%. ക്ലിയർ ആയോ? ഓക്കെ. Next, the organization that commits to abide by NAB standards and applicable legal, statutory, regulatory requirements. എന്താണ് ആ ഒരു NAB പറയുന്ന കാര്യങ്ങൾ ഈ ഓർഗനൈസേഷൻ പാലിക്കണ്ടേ? എന്നാൽ മാത്രല്ലേ അവർക്ക് അതിനുള്ള എലിജിബിലിറ്റി ഉള്ളൂ. ഇപ്പൊ NAB പറയുന്ന കുറെ നിയമങ്ങളും അല്ലേ, നിയമങ്ങളും പിന്നെന്താണ് ലീഗൽ ആയിട്ടുള്ള അല്ലെ നിയമങ്ങളുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി നിയമപരമായിട്ടുള്ള റിക്വയർമെന്റ്സുകൾ ഉണ്ട്, റെഗുലേറ്ററി ഉണ്ട് അല്ലെ നിയന്ത്രണപരമായിട്ടുള്ള റിക്വയർമെന്റ്. നമ്മൾ പറഞ്ഞു മാനുവൽ, കമ്മിറ്റി അല്ലെ, ലീഗൽ ആയിട്ടുള്ള കുറെ ഡോക്യുമെന്റ്സുകൾ അല്ലെ, ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ മിസ് എടുക്കില്ലേ? അപ്പൊ അവര് പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡുകള് അല്ലെങ്കിൽ അവര് പറയുന്ന റിക്വയർമെന്റ്സുകള് പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഓർഗനൈസേഷൻ മാത്രമല്ലേ അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാൻ അർഹതയുള്ളൂ. അവർ പറയുന്ന ഇപ്പൊ NAB പറയുന്ന സ്റ്റാൻഡേർഡുകള് അല്ലെങ്കിൽ അവർ പറയുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പാലിക്കാത്ത ഒരു ഓർഗനൈസേഷന് അതിനുവേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് NABന്റെ ലീഗലി, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് റെഗുലേറ്ററി റിക്വയർമെന്റ്സുകൾ പാലിക്കുന്ന ഓർഗനൈസേഷന് മാത്രമാണ് NABന്റെ എന്താണ് അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ എന്താണ് യോഗ്യതയുള്ളൂ. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൊരു കോഴ്സിന് ചേരണമെങ്കിൽ നമ്മുടെ അടുത്ത് പറയും ഡിഗ്രി വേണം അല്ലെങ്കിൽ +2 വേണം അല്ലെ. അപ്പൊ ആ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ആ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഏജ് ലിമിറ്റ് ഉണ്ടാവും? ഇല്ല അല്ലെ. അതേപോലെ എന്താണ് NABന്റെ സ്റ്റാൻഡേർഡുകൾ പാലിക്കാത്ത ഒരു ഓർഗനൈസേഷൻ അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ക്ലിയർ ആയോ? എന്താ ക്ലിയർ ആയോ? നെക്സ്റ്റ്, the healthcare organization should have implemented NAB standards in the healthcare organization for a minimum of 3 months. അല്ലെ എന്താണ് NAB പറയുന്ന സ്റ്റാൻഡേർഡുകൾ ആ ഒരു ഹോസ്പിറ്റല് 3 മാസമെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് NABന്റെ സ്റ്റാൻഡേർഡുകൾ 3 മാസമെങ്കിലും ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ പാലിച്ചിട്ടുണ്ടായിരിക്കണം. അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് എന്തിന് ഈ ഒരു അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാൻ അർഹതയുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെയാണോ? നെക്സ്റ്റ് നോക്കിയേ. These standards are to be used by whole organization and not for a certain service within the organization. ഈ NAB പറയുന്ന ഈ സ്റ്റാൻഡേർഡ്സുകൾ എന്താണ് ഹോസ്പിറ്റലിന്റെ ഹോൾ സെക്ഷനിലെ പ്രാവർത്തികമാക്കണം അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ICU-ല അനസ്തീഷ്യ, പിന്നെ എന്താണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ഫാർമസി അല്ലെ, HRM അല്ലെ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, ഇവിടെ എല്ലായിടത്തും ഈ NABന്റെ സ്റ്റാൻഡേർഡുകൾ പാലിക്കണ്ടേ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പാലിക്കണ്ടേ? അപ്പൊ എന്താണ് അതിൽ നിന്ന് നമുക്ക് ഒരു സർവീസ് മാറ്റി നിർത്താൻ പറ്റില്ല അല്ലെ. ഇപ്പൊ നമുക്ക് ലാബിലെ സർവീസുകൾ മാറ്റി നിർത്താൻ പറ്റുമോ NABന്റെ സ്റ്റാൻഡേർഡിൽ നിന്ന്? അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാൻഡേർഡ് മാറ്റി നിർത്താൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ആ NAB പറയുന്ന സ്റ്റാൻഡേർഡുകൾ ആ ഒരു ഓർഗനൈസേഷന്റെ മുഴുവൻ ഏരിയാസിലും മുഴുവൻ ഡിപ്പാർട്ട്മെന്റിലും പ്രാവർത്തികമാക്കണം അല്ലെ, ഉപയോഗിക്കണം. ക്ലിയർ ആയോ?
നെക്സ്റ്റ് പറയുന്നത് ഓർഗനൈസേഷൻ പ്രൊവൈഡ് മൾട്ടിപ്പിൾ സർവീസസ് ആൻഡ് ദ സ്റ്റാൻഡേർഡ്സ് ആർ ഈക്വലി അപ്ലിക്കബിൾ ടു ഓൾ സർവീസസ് വിത്തിൻ ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ. സോറി, ഒരു ഓർഗനൈസേഷൻ എന്താണ്, നമുക്ക് ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരുപാട് സേവനങ്ങൾ നൽകുന്നില്ലേ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഔട്ട് പേഷ്യന്റ് ഉണ്ട്, റേഡിയോളജി ഉണ്ട്, സ്കാനിങ് ഉണ്ട് അല്ലെ, ലാബ് ഉണ്ട്, എമർജൻസി ഉണ്ട് അല്ലെ, ICU ഉണ്ട്, ഒരുപാട് സർവീസുകൾ നമുക്ക് തരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ എല്ലാ സർവീസുകളിലും എന്ത് ചെയ്യണം, ഈ നാബിന്റെ സ്റ്റാൻഡേർഡുകൾ തുല്യമായിട്ട് അല്ലെ, ഈക്വലി അപ്ലിക്കബിൾ ആയിരിക്കണം. ക്ലിയർ ആയോ? നാബിന്റെ സ്റ്റാൻഡേർഡുകൾ ഓർഗനൈസേഷനിലെ എല്ലാ സർവീസുകളിലും ഒരേപോലെ ബാധകമായിരിക്കണം. ക്ലിയർ ആണോ? നെക്സ്റ്റ് നിങ്ങൾക്കൊരു ഇതുപോലെ തന്നിട്ടില്ലേ, ഒരു ബോക്സ് പോലെ തന്നിട്ടില്ലേ, അത് നാബിന്റെ എന്താണ്, സർട്ടിഫിക്കറ്റ് ഇല്ലേ, സർട്ടിഫിക്കറ്റ്, അതിനൊരു എക്സാമ്പിൾ തന്നേക്കുന്നതാണ് കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അതായത് നാബിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അവരുടെ സ്റ്റാൻഡേർഡ് അക്രഡിറ്റേഷൻ കിട്ടിയേക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നീട് മംഗള ഹോസ്പിറ്റൽ എന്നുള്ള ഒരു ഹോസ്പിറ്റലിന് കിട്ടിയേക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അവർക്ക് കിട്ടിയേക്കുന്നത് പ്രീ അക്രഡിറ്റേഷൻ, അതായത് എൻട്രി ലെവലിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആയോ? അവർക്ക് ആ ഒരു അക്രഡിറ്റേഷന്റെ എൻട്രി ലെവലിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു ഇത് കാണിച്ചു തന്നേക്കുന്നതാണ്, മോഡല് കാണിച്ചു തന്നേക്കുന്നതാണ് കേട്ടോ. മംഗള ഹോസ്പിറ്റൽ എന്നുള്ള ഒരു ഹോസ്പിറ്റലിന് നാബിന്റെ അക്രഡിറ്റേഷന്റെ എൻട്രി ലെവലിൽ കിട്ടിയിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. മേംഗളൂരു, കർണാടകയിലുള്ള ഒരു ഹോസ്പിറ്റൽ. നമ്മുടെ ആ ചാപ്റ്റർ തീർന്നു. ഇനി ഉണ്ട് മിസ്സിന് ഒരു ചാപ്റ്റർ. ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് എടുത്താലോ? എന്നാ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നെക്സ്റ്റ് മിസ് എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് എക്യുപ്മെന്റ്സുകളും നിങ്ങൾക്ക് പരിചിതമല്ലാത്ത കുറച്ച് എക്യുപ്മെന്റ്സുകളും ഉണ്ട്. മിസ് അതൊക്കെ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ നെക്സ്റ്റ് ചാപ്റ്റർ? മെഡിക്കൽ എക്യുപ്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപകരണങ്ങൾ അല്ലെങ്കിൽ യന്ത്രങ്ങൾ അല്ലെ. നിങ്ങൾക്ക് പലതരത്തിലുള്ള എക്യുപ്മെന്റുകൾ അറിയാലോ ഹോസ്പിറ്റലില്. ഒന്ന് പറഞ്ഞേ, കുറച്ചൊരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞേ, കുറച്ച് എക്സാമ്പിൾ ഒക്കെ ഓരോരുത്തരായിട്ടൊക്കെ ഒന്ന് പറഞ്ഞേ. BP മെഷർ അല്ലെ, നമുക്ക് BP അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെ. നമ്മുടെ BP എങ്ങനെയാണ്, കൂടുതലാണോ കുറവാണോ അല്ലെ. തെർമോമീറ്റർ, ടെമ്പറേച്ചർ അളക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ECG ഉണ്ട് അല്ലെ, ECG ഉണ്ട്, സ്കാനിങ് മെഷീൻസ്, MRI സ്കാനർ, CT സ്കാൻ പോലെയുള്ളത് ഉണ്ട് അല്ലെ. വെയിങ് മെഷീൻ ഉണ്ട്, വെയിറ്റിംഗ് മെഷീൻ ഉണ്ട്, മാസ്കുകള്, മാസ്ക്, ഓക്കെ, നെബുലൈസർ അല്ലെ, മാസ്ക്, നെബുലൈസർ, ട്രോളി, സ്റ്റെതസ്കോപ്പ് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വീൽ ചെയേഴ്സ് ഉണ്ട്, എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഇപ്പൊ ടെമ്പറേച്ചർ, BP അപ്പാരറ്റസ് അല്ലെ, ECG, അതൊക്കെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാ? ഡയഗ്നോസിസ് നടത്താൻ അല്ലെ, രോഗനിർണയം നടത്താൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പനിയുണ്ടോ അല്ലെ, BP കൂടുതലുണ്ടോ, ഹാർട്ടിന് വല്ല പ്രോബ്ലംസ് ഉണ്ടോ അല്ലെ, രോഗനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെ. പിന്നെ നമ്മൾ എന്താണ്, ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നില്ലേ? ട്രീറ്റ്മെന്റിന് വേണ്ടി എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ നെബുലൈസർ, അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാ? ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ലേ നെബുലൈസർ. ഡെഫിബ്രിലേറ്റർ, ഡെഫിബ്രിലേറ്റർ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ.
കണ്ടിട്ടുണ്ടോ? മൂവീസിലൊക്കെ കാണിക്കുന്നുണ്ട്. രാജാറാണി മൂവീസ് കണ്ടിട്ടുണ്ടോ? മൂവി കണ്ടിട്ടുണ്ടോ? രാജാറാണി മൂവി കണ്ടിട്ടുണ്ടോ? അതില് കാണിക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ? ആ ഫിലിമില് കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഡിഫിബ്രിലേറ്റർ? എന്താണ് നമ്മുടെ നമുക്ക് വല്ല കാർഡിയാക് അറസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് താഴ്ന്നു പോകും അല്ലെ? ഹാർട്ടിന്റെ പ്രവർത്തനം ഒന്ന് ലാവില്ലേ? അല്ലെങ്കിൽ ഒന്ന് നിന്ന് പോകും അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ നോർമൽ ഹാർട്ട് ബീറ്റ് കൊണ്ടുവരണ്ടേ? നമ്മുടെ നോർമൽ ഹാർട്ട് ബീറ്റ് തിരിച്ചു കൊണ്ടുവരണം അല്ലെ? അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡെഫിബ്രിലേറ്റർ. പഠിക്കാനുണ്ട് കേട്ടോ, മിസ് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ എന്താണ് വാക്കിംഗ് സ്റ്റിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാ? റീഹാബിലിറ്റേഷനുമായി ഉപയോഗിക്കുന്നതാണ് അല്ലെ? ആണോ? അല്ലെ, നമുക്ക് നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴല്ലേ നമ്മൾ വാക്കിംഗ് സ്റ്റിക്ക് നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ അതെന്താണ്? റീഹാബിലിറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ അപ്പാരറ്റസ് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ റീഹാബിലിറ്റേഷൻ സർവീസുകൾക്ക് വേണ്ടിയിട്ടും എന്തെങ്കിലും ഇഞ്ചുറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസുകളൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ ഇതിനു വേണ്ടി പുനരധിവാസത്തിന് വേണ്ടിയിട്ടും നമ്മൾ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ആണോ? നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ അത് ഒറ്റക്ക് തന്നെ ഉപയോഗിക്കാം അല്ലെ? ആ ഒരു എക്യുപ്മെന്റ് ഇപ്പൊ സ്റ്റെതസ്കോപ്പ് നമുക്ക് അത് മാത്രമായിട്ട് യൂസ് ചെയ്യല്ലേ ചെയ്യുന്നത്. മാസ്കുകൾ അങ്ങനെയാണോ? നമുക്കിപ്പോ വെറുതെ ഒരു മാസ്ക് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? വെറുതെ ഒരു മാസ്ക് വെച്ചു എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അതൊന്നില്ലെങ്കിൽ നെബുലൈസറിന്റെ കൂടെ ഉപയോഗിക്കണം അല്ലെ? നെബുലൈസിംഗ് മെഷീന്റെ കൂടെ ഉപയോഗിക്കണം. അതല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ ഓക്സിജന് വേണ്ടി തരാൻ വേണ്ടി യൂസ് ചെയ്യണം അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് ഈ എക്യുപ്മെന്റ്സുകൾ ഒന്നില്ലെങ്കിൽ സിംഗിൾ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്യുപ്മെന്റിന്റെ കൂടെ ജോയിന്റ് ആയിട്ടോ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. മിസ് എടുത്തു തുടങ്ങട്ടെ, ചാപ്റ്റർ എടുത്തു തുടങ്ങട്ടെ. ആ ഒരു പാരഗ്രാഫ് മിസ് ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യൻ മിസ് വായിക്കോളൂ കേട്ടോ. അപ്പൊ നോക്കിയേ, ഇൻട്രൊഡക്ഷൻ. മെഡിക്കൽ apparatus is used for the definite purpose at diagnosis and treatment of disease or rehabilitation following disease injury. മിസ് പറഞ്ഞത് തന്നെ നമ്മ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്താണ് ഡെഫിനിറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെ? വ്യക്തമായ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്, പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നുണ്ട്, അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റിയിട്ട് അതിന്റെ പുനരധിവാസത്തിന് വേണ്ടി റീഹാബിലിറ്റേഷന് വേണ്ടിയും നമ്മൾ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി ഐദർ യൂസ്ഡ് സിംഗിളി ഓർ ഇൻ conjointly with any accessory consumable or other piece of medical equipment. എന്താണ് നമുക്ക് ഇത് സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ മറ്റ് അപ്പാരറ്റസിന്റെ കൂടെ മെഡിക്കൽ അപ്പാരറ്റസിന്റെ കൂടെ യോജിപ്പിച്ച് അല്ലെ ജോയിൻ ചെയ്തിട്ടും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ഒരു എക്യുപ്മെന്റുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നു. ക്ലിയർ അല്ലേ? മിസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ അത് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. Defibrillator are equipments that bring back photo കണ്ടോ? പിക്ചർ കണ്ടോ defibrillator? Defibrillators are equipment that bring back a normal heartbeat by sending an electric pulse shock to the heart. നമ്മുടെ ഹാർട്ടിലേക്ക് അല്ലെ എന്താണ് ഇലക്ട്രിക് പൾസ് ഷോക്ക് കൊടുത്തിങ്ങാണിട്ട് എന്താണ് നമ്മുടെ നോർമൽ ഹാർട്ട് ബീറ്റ് തിരിച്ചു കൊണ്ടുവരുന്നതിന് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഡെഫിബ്രിലേറ്റർ. ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരുമ്പോൾ എന്ത് വരും? നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം ഒന്ന് സ്ലോ ആവില്ലേ? ഡൗൺ ആവില്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? അതൊരു കുറച്ച് സമയത്തേക്ക് ഒന്ന് നിന്ന് പോകും അല്ലെ പെട്ടെന്ന്. അപ്പൊ അത് തിരിച്ചു കൊണ്ടുവരണ്ടേ? അതിനു വേണ്ടി നമ്മുടെ ഹാർട്ടിലേക്ക് അല്ലെ നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിലേക്ക് ഒരു ഇലക്ട്രിക് പൾസ് ഷോക്ക് കൊടുത്തിങ്ങാണിട്ട് ആ നോർമൽ ഹാർട്ട് ബീറ്റ് തിരിച്ചു കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഡെഫിബ്രിലേറ്റർ. ഓക്കെ ആണോ? മിസ് കാണിച്ചു തരാം കേട്ടോ. മിസ് കാണിച്ചു തരാം. വേരിയസ് ടൈപ്സ് ഓഫ് ഡെഫിബ്രിലേറ്റർ വർക്ക് ഇൻ ഡിഫറെന്റ് വേസ് അല്ലെ? നമുക്ക് പലതരത്തിലുള്ള ഡെഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്. അത് പല രീതിയിൽ ഡിഫറെന്റ് വേസ് പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റേഴ്സ് AFDS അത് നോട്ട് ചെയ്യാട്ടോ, അത് എക്സാമിന് വരുന്നതാണ് കേട്ടോ.
automated external defibrillators, which are commonly seen in many public spaces, are used to save the lives of people who experience cardiac arrest. Automated external defibrillator common ആയിട്ട് പല പബ്ലിക് പ്ലേസുകളിലും കണ്ടുവരുന്നുണ്ട്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ആളുടെ, ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരു പീപ്പിളിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഡിഫിബ്രിലേറ്റർ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ബസ് സ്റ്റാൻഡില്, റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉണ്ടാവാറുണ്ട്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഷെഫീനെ കണ്ടിട്ടുണ്ടോ? ബസ് സ്റ്റാൻഡില്, റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉണ്ടാവാറുണ്ട്. അവിടേക്ക് ഒരുപാട് ആളുകൾ വരുന്ന ഏരിയാസ് ആണ് അല്ലെ ബസ് സ്റ്റാൻഡ്. അപ്പൊ അവിടേക്ക് എന്തുണ്ട്? ഈ ഒരു ഡെഫിബ്രിലേറ്റേഴ്സ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാലും യൂസ് ചെയ്യുന്നതിന് വേണ്ടി അവിടേക്ക് കണ്ടുവരുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, മിസ് ഒരു ഇത് കാണിച്ചു തരാം. കാണുന്നുണ്ടോ? അവിടെ മോണിറ്ററിൽ കാണിക്കുന്നുണ്ടോ? അവര് രണ്ടൊക്കെ കണ്ടിട്ടില്ലേ? ഒരാ മാസം വെച്ചിട്ടാണ് ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ഡെഫിബ്രിലേറ്റർ എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം മിസ് ഒന്ന് വീഡിയോ ഇട്ടാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കാലോ. അതേപോലെ മിസ് എക്യുപ്മെന്റുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കിട്ടും കേട്ടോ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിഫൈ ഉണ്ടാവും കേട്ടോ. ഓരോ എക്യുപ്മെന്റുകളെ കുറിച്ചും കുറച്ചും കൂടി ക്ലാരിഫൈ ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് തെർമോമീറ്റർ. നമുക്ക് എല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് അല്ലെ തെർമോമീറ്റർ. മിക്കവരും വീട്ടിലുണ്ട് അല്ലെ. ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് ഒക്കെ കുഞ്ഞുങ്ങളുള്ളവരെ പലരും വീട്ടിലുണ്ടാവും അല്ലെ. തെർമോമീറ്റേഴ്സ് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ തെർമോമീറ്റേഴ്സ് ഉപയോഗിക്കുന്നത്? ടെമ്പറേച്ചർ റീഡ് ചെയ്യാനായിട്ട് അല്ലെ, ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ടാണ് അല്ലെ ഉപയോഗിക്കുന്നത്. അപ്പൊ നോക്കിയേ, തെർമോമീറ്റേഴ്സ് എന്താണ്? 4 തരത്തിലുള്ള തെർമോമീറ്റേഴ്സ് ഉണ്ട് അല്ലെ. ഡിജിറ്റൽ തെർമോമീറ്റർ, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ, ഫോർഹെഡ് തെർമോമീറ്റേഴ്സ് ആൻഡ് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ അല്ലെ. പണ്ട് ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഏത് തെർമോമീറ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത്? ട്രഡീഷണൽ ആയിട്ടുള്ള ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ് അല്ലെ. ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ ആണ് അല്ലെ. ഇപ്പൊ നമുക്ക് ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് ഉണ്ട്, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റേഴ്സ് ഉണ്ട്, ഫോർഹെഡ് തെർമോമീറ്റേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ നോക്കാം. ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് ഇറ്റ് ഗീവ്സ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് റിസൾട്ട് അല്ലെ. ഈ പിക്ചറിൽ ഫസ്റ്റ് തന്നിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ വീടുകളിലുള്ളത് ആ തെർമോമീറ്റർ അല്ലേ? ഡിജിറ്റൽ തെർമോമീറ്റർ ആണ് അല്ലെ. നമ്മുടെ
അണ്ടർ ദി ആമിന്റെ അവിടെ വെച്ച് കാണിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. എന്താണ്? ഇറ്റ് ഗീവ്സ് ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് റിസൾട്ട് അല്ലെ. നമുക്ക് എന്താണ് പെട്ടെന്ന് ഫാസ്റ്റസ്റ്റ് ആയിട്ടും കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് തരുന്നു അല്ലെ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് പറയുന്നത് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ, ടിംപാനിക്. ഈ ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്ററിന് പറയുന്ന വേറൊരു പേരാണ് ടിംപാനിക്. ടിംപാനിക് ഓർ ഇയർ കാർ എന്നാണ് കേട്ടോ അതിൽ കിടക്കുന്നത്. ഇയർ എന്നാണ് കേട്ടോ. Ear thermometers measures the temperature inside the inner ear canal by way of infrared ray technology. നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് ഇൻഫ്രാറെഡ് റേ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്താണ് നമ്മുടെ ഇയർ കനാലിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്ത് നമ്മുടെ എന്താണ് ബോഡി ടെമ്പറേച്ചർ അളക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. ആരെങ്കിലും അങ്ങനെ നോക്കിയിട്ടുണ്ടോ ടെമ്പറേച്ചർ? ഉണ്ട് അല്ലെ. എന്ത് ചെയ്യും? നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് ഒരു ലൈറ്റ് പോലെ ഇങ്ങോട്ട് അടിക്കും അല്ലെ. ആ ഒരു എക്യുപ്മെന്റ് വെച്ച് കാണിട്ട് ഇല്ല, നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് അടിച്ചു കഴിയുമ്പോ എന്താണ് പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും അല്ലെ. നമ്മുടെ മറ്റേ ഡിജിറ്റൽ തെർമോമീറ്ററിന് അത്രയും സമയം എടുക്കുന്നുണ്ടോ ഇയർ തെർമോമീറ്റർ? ഉണ്ടോ? ഇല്ല, പെട്ടെന്ന് തന്നെ അത് റീഡിങ് എടുത്ത് കഴിയുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളതാണ് നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് ഇൻഫ്രാറെഡ് ടെക്നോളജി, ഇൻഫ്രാറെഡ് റേസ് അയച്ചും കാണിട്ട് എന്താണ് ഇയർ കനാലിലെ ടെമ്പറേച്ചർ റീഡ് ചെയ്ത് നമ്മുടെ ടെമ്പറേച്ചർ അളക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇലക്ട്രോണിക് തെർമോമീറ്റർ. അതും ഒരു ഗ്രീൻ ലൈറ്റ് പോലെ കത്തുന്നുണ്ടാവും. നമ്മുടെ ചെവിയിലേക്ക് അടിക്കുമ്പോൾ അത് ഓണാക്കുന്ന സമയത്ത് ഒരു ഗ്രീൻ ലൈറ്റ് അതിലുണ്ടാവും. നമുക്ക് പനി ഉണ്ടെങ്കിൽ ആ ഗ്രീൻ ലൈറ്റ് എന്ത് കളറാവും? റെഡ് കളറാവും. ഓക്കെയാണോ? ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം മിസ് പറഞ്ഞാണ് കേട്ടോ. അതൊന്നും പഠിക്കാനില്ല. നമ്മുടെ ഇയർ കനാലിലെ ടെമ്പറേച്ചർ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു തെർമോമീറ്റർ. നെക്സ്റ്റ് ഫോർഹെഡ് തെർമോമീറ്റർ. അത് കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. ഇതിൽ കാണിച്ചിട്ടുണ്ട്, പിക്ചർ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഫോർഹെഡ് തെർമോമീറ്റർ നമ്മുടെ നെറ്റിയിൽ അടിച്ചു നോക്കും അല്ലേ. നെറ്റിയിൽ വെച്ചല്ലേ നോക്കുന്നത്. എന്താണ് നമ്മുടെ വിമാനത്താവളത്തിലൊക്കെ ഉണ്ട് അല്ലെ, എയർപോർട്ടിലൊക്കെ ഉണ്ടാവും ഫോർഹെഡ് തെർമോമീറ്റർ അല്ലെ. ആ കൊറോണ ടൈമിലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ ഫോർഹെഡ് തെർമോമീറ്റർ യൂട്ടിലൈസ് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ടു മെഷർ ദ ടെമ്പറേച്ചർ. എന്താണ് ഫോർഹെഡ് തെർമോമീറ്റർ എന്ന് പറഞ്ഞാല് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് അല്ലെ. നമ്മുടെ നെറ്റിയിൽ അടിച്ചും കാണിട്ട് നമ്മുടെ ടെമ്പറേച്ചറിന്റെ റീഡിങ് എടുക്കുന്നു. ഇതുണ്ടോ ഇവിടെ കാണിക്കും അല്ലെ. നമുക്ക് ടെമ്പറേച്ചർ എത്രയാണ് അല്ലെ, 97 ആണോ 99 ആണോ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ഗ്ലാസ് ആൻഡ് മെർക്കുറി thermometers. Mercury thermometers give precise temperature reading and can be used orally, rectally or under the arm. എന്താണ് മെർക്കുറി തെർമോമീറ്റർ എന്ന് പറയുന്നത്? അത് ഉപയോഗിച്ച് നമുക്ക് എന്താണ് പ്രിസൈസ് ടെമ്പറേച്ചർ റീഡിങ് അല്ലെ, കൃത്യമായിട്ടുള്ള നമ്മുടെ ടെമ്പറേച്ചർ റീഡിങ് എടുക്കാൻ സാധിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഓറലി അല്ലെ, നമ്മുടെ നാക്കിന്റെ അടിയിലിട്ട് നോക്കാറില്ലേ? നാക്കിന്റെ അടിയിൽ വെച്ചാണ് അല്ലെ ഭൂരിഭാഗം സ്ഥലത്തും ഹോസ്പിറ്റലിലും നോക്കുന്നത്. കൂടാതെ റെക്ടലി, അതായത് നമ്മുടെ മലദ്വാരത്തിൽ വെച്ചും കാണിട്ട് നോക്കാം. ഓർ അണ്ടർ ദി ആം, നമ്മുടെ കൈയിന്റെ അടിയിൽ അല്ലെ കക്ഷത്തിൽ വെച്ചും കാണിട്ട് നമുക്ക് എന്താണ് ഗ്ലാസ് ആൻഡ് തെർമോമീറ്ററിൽ നമുക്ക് ടെമ്പറേച്ചർ റീഡിങ് എടുക്കാനായി സാധിക്കുന്നു. പക്ഷെ ഇന്ന് ഉപയോഗിക്കുന്നില്ല അല്ലെ ഹോസ്പിറ്റലില്. ഇന്ന് കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഹോസ്പിറ്റലില്? കണ്ടിട്ടുണ്ട് ഇല്ല അല്ലെ. നമുക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. നമ്മുടെ മറ്റുള്ളവരെ വായിൽ വെച്ച് ആ ഒരു തെർമോമീറ്റർ നമ്മുടെ വായിൽ വെക്കാന്ന് പറയുമ്പോ അല്ലെ, അവര് ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. എന്നാലും നമുക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. ഓക്കെ, ക്ലിയർ ആണോ? തെർമോമീറ്റർ നമുക്ക് അറിയുന്നതാണ്. മിസ്സിന് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. നെക്സ്റ്റ് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്. എന്താണ് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്? നമ്മുടെ BP അളക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ബ്ലഡ് പ്രഷർ apparatus, blood pressure gauge or blood pressure monitor is an equipment used to measure lost pressure. നമുക്ക് ഒന്നില്ലെങ്കിൽ എന്താണ് നഷ്ടപ്പെട്ട അല്ലെ, നമുക്ക് BP നോർമൽ BP
അങ്ങനെയല്ലല്ലോ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് വെച്ച് അളക്കുന്നത്. നമുക്ക് ബി പി കൂടുതലുണ്ടോ അല്ലെങ്കിൽ ബി പി കുറവുണ്ടോ എന്ന് അറിയാനല്ലേ ആ ഒരു എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത് അല്ലേ. എന്താണ് ലോസ്റ്റ് പ്രഷർ അല്ലെ, നമുക്ക് ബി പി കൂടുതലാണോ അല്ലെങ്കിൽ കുറവാണോ എന്ന് അളക്കുന്നതിന് വേണ്ടി മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ് ഒരു സിഗ്മോമീറ്റർ. ഇതിന് പറയുന്ന വേറൊരു പേരാണ് സിഗ്മോമീറ്റർ. സിഗ്മോമീറ്റർ ഇൻക്ലൂഡ്സ് an inflatable cover and a measuring unit and a mechanism for inflation which can be handled manually. എന്താണ് ഇതിലൊരു ഇൻഫ്ലേറ്റബിൾ കഫ് ഉണ്ട് അല്ലെ, നമ്മുടെ ഈ കൈയുടെ ഇവിടെ വെച്ച് ഇങ്ങനെ അവിടെ ചുറ്റില്ലേ, അവിടെ മടക്കി വെച്ചേക്കുന്നത്. അതെന്ത് ചെയ്യും, ഇത് മെഷർ ചെയ്യുമ്പോൾ ഇതിങ്ങനെ വീർത്ത് വരും അല്ലെ, ഊതി വീർക്കുന്നത് പോലെ ഊതി വീർത്ത് വരില്ലേ. അപ്പൊ അതിലെന്തൊക്കെയുണ്ട്, ഈ ഒരു സിഗ്മോമീറ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലേറ്റബിൾ കഫ് അല്ലെ, നമ്മ ഊതി വീർപ്പിക്കുന്നത് പോലുള്ള ഒരു കഫ് ഉണ്ട്. കൂടാതെ എന്താണ് മെഷറിംഗ് യൂണിറ്റ് ഉണ്ട് അല്ലെ. ഇവിടെ കണ്ടോ നമ്മുടെ ടെമ്പറേച്ചർ ബി പി ഇവിടെ മെഷർ ചെയ്ത് കാണിക്കല്ലേ. ബി പി 120 ആണോ 89 ആണോ 90 ആണോ അല്ലെ. ആണോ ബി പി അപ്പാരറ്റസ് കാണുന്നില്ലേ ഇതില്ല. അപ്പൊ ഇതില് നമ്മുടെ ബി പിയുടെ മെഷർമെന്റ് കാണിക്കും അല്ലെ. ആൻഡ് മെക്കാനിസം ഫോർ ഇൻഫ്ലേഷൻ വിച്ച് ക്യാൻ ബി ഹാൻഡിൽഡ് മാനുവലി. ഇവിടെ താഴെ ഈ പിക്ചറിൽ ഇങ്ങനെ ഒരു ഗ്രീൻ കളറിൽ ഒരു ഇത് കണ്ടോ, അതില് അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ലേ ആ ഒരു ഇൻഫ്ലേറ്റബിൾ ആ ഒരു മെക്കാനിസത്തില് അഡ്ജസ്റ്റ് ഹാൻഡിലായിട്ട് മാനുവലി ചെയ്തിട്ടല്ലേ നമ്മുടെ ഇവിടെ ഊതി വീർക്കുന്നത് പോലെ വീർത്ത് വരുന്നത്. അവരങ്ങോട്ട് റിലീസ് ചെയ്യും അല്ലെ. ആദ്യം അവരൊന്ന് പതുക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് അവർ പെട്ടെന്ന് റിലീസ് ചെയ്യും. അപ്പോഴല്ലേ നമ്മുടെ ബി പിയുടെ മെഷർമെന്റ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത് അല്ലെ. എന്താണ് ഹാൻഡിൽഡ് മാനുവലി ഇൻഫ്ലേഷൻ ഉണ്ട്, ഇൻഫ്ലേറ്റബിൾ കഫ് ഉണ്ട്, കൂടാതെ മെഷറിംഗ് യൂണിറ്റും ഈ സിഗ്മോമീറ്ററിൽ ഉൾപ്പെടുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്ന് മിസ് ഇത്ര എടുക്കുന്നുള്ളൂ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ മൺഡേ വിഷു ആണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. അഡ്വാൻസ് ആയിട്ട് മിസ്സിന്റെ വിഷു ആശംസകൾ കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.